ഹലോ, വെൽക്കം ടു ത്രെഡ്സ് വേൾഡ്. ഇന്ന് ഒരു ചുരിദാറിൻ്റെ കട്ടിംഗ് ആണ്. ഇപ്പോൾ ലൈനിങ് ഉള്ള മെറ്റീരിയലാണിത്. അപ്പോൾ അതിന് വേണ്ടി എടുത്തിട്ടുള്ള മെറ്റീരിയലാണ് ഓർഗാൻസ മെറ്റീരിയലും അതിന് കണക്കായുള്ള സമ്മർ കൂൾ ലൈനിങ്ങും ആണ്. അപ്പോൾ ലൈനിങ് ആണ് ആദ്യം കട്ട് ചെയ്യുന്നത്. 40 ഇഞ്ച് ലെങ്ത്തും അതേപോലെ ചെസ്റ്റിൻ്റെ അളവ് 40 ഇഞ്ചും ആണ്. അപ്പോൾ ഈ ഒരു അളവിലുള്ള ടോപ്പിൻ്റെ കട്ടിംഗ് ആണ്. അപ്പോൾ ലൈനിങ് മടക്കി വെക്കുക. അപ്പോൾ ഒരു ഭാഗത്ത് എത്രയാണോ ചെസ്റ്റും ബോട്ടവും വേണ്ടത് അതിന് കണക്കായി തയ്യൽ തുമ്പും കൂടെ കൂട്ടി വേണം നമ്മൾ മടക്കി വെക്കാൻ വേണ്ടി. അപ്പോൾ ഞാനിവിടെ ചെസ്റ്റിൻ്റെ അളവ് 40 ഇഞ്ചാണ്. അപ്പോൾ 4 ഭാഗം 10 ഇഞ്ചാണ് വരിക. പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടി 12 ഇഞ്ചിൽ വീതി എടുക്കുന്നുണ്ട്. ഈ ഒരു മെറ്റീരിയൽ ഓർഗാൻസ ആയതുകൊണ്ട് തന്നെ ആദ്യം ലൈനിങ് ആണ് നമ്മൾ കട്ട് ചെയ്യുക. അപ്പോൾ ഓർഗാൻസയും നെറ്റ് പോലുള്ള മെറ്റീരിയൽ ആദ്യം തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലെവലായി നിൽക്കില്ല. അതുകൊണ്ടാണ് ഇതുപോലെ ലൈനിങ്ങിൽ കട്ട് ചെയ്ത് ആ ഒരു നെറ്റിൻ്റെയോ ഓർഗാൻസോ മെറ്റീരിയലിൻ്റെയോ ഭാഗം മേലെ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇവിടെ ഷോൾഡർ 14 ഇഞ്ചാണ്. അതുകൊണ്ട് തന്നെ ഒരു ഭാഗം 7 ഇഞ്ച് വെച്ചാണ് എടുക്കുന്നത്. അതിനുശേഷം അവിടെ നിന്ന് ആം ഹോളിൻ്റെ ഭാഗം മാർക്ക് ചെയ്യാം. അപ്പോൾ ആം ഹോൾ ഇവിടെ എടുക്കുന്നത് 7.5 ഇഞ്ചാണ്. അപ്പോൾ ഇവിടെ കോളറാണ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ 1 ഇഞ്ച് സ്ലോപ്പ് ഇടുക. ഇവിടെ കറക്റ്റായി ആം ഹോൾ കിട്ടാൻ വേണ്ടി മേലെയും താഴെയുമായി 3 ഇഞ്ച് വീതിയിൽ മാർക്ക് ചെയ്യാം. അതിനുശേഷം ആ ഒരു കോണിൻ്റെ ഭാഗത്ത് 1.5 ഇഞ്ച് വെച്ച് ആ ഒരു കർവ് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെയാണ് ആം ഹോളിന് കറക്റ്റായി മാർക്ക് ചെയ്യേണ്ടത്. ഇനി ആ ഒരു സ്ലോപ്പ് നെക്കിൻ്റെ ഭാഗം മാർക്ക് ചെയ്തതിന് ശേഷം വരയാം. അപ്പോൾ ഞാനിവിടെ നെക്ക് എടുത്തിട്ടുള്ളത് 3 ഇഞ്ചാണ്. അതേപോലെ വീതിയും 3 ഇഞ്ച് തന്നെയാണ്. ഇനി ചെസ്റ്റിൻ്റെ ഭാഗം മാർക്ക് ചെയ്യാം. അപ്പോൾ ചെസ്റ്റിൻ്റെ ഭാഗം 10 ഇഞ്ചാണ്. പ്ലസ് തയ്യൽ തുമ്പും കൂടെ കൂട്ടി 11.5 ഇഞ്ച് വെക്കാം. അപ്പോൾ കുറച്ച് ലൂസ് വേണ്ടി ആ ഒരു ഷേപ്പ് ലൂസായി തന്നെ മാർക്ക് ചെയ്യാം. ഇനി ഓപ്പൺ വരുന്ന ഭാഗം 22 ഇഞ്ചിലാണ്. അപ്പോൾ അവിടെയും ഒരു മാർക്ക് ചെയ്യാം. അതിനുശേഷം ബോഡിയുടെ ഷേപ്പ് 1 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യാം. ഇനി ആ വരഞ്ഞ മാർക്കിലൂടെ തൊട്ടിപ്പുറത്തെ വശത്ത് കൂടെ വേണം കട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ സിൽക്ക് മെറ്റീരിയൽ ആണ്. അതുകൊണ്ട് തന്നെ വലിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ ഫ്രണ്ട് ഭാഗത്തിൻ്റെ നെക്ക് ഓപ്പൺ ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കാണിക്കാം. ഇനി ബാക്ക് വശത്തിൻ്റെ കട്ട് ചെയ്യാം. ബാക്ക് വശവും ഇതുപോലെ രണ്ടായി മടക്കി വെക്കുക. അതിനുശേഷം ഫ്രണ്ട് ഭാഗത്ത് കട്ട് ചെയ്ത പീസ് തന്നെ വെച്ച് മാർക്ക് ചെയ്യാം. ബാക്ക് വശത്ത് ഫ്രണ്ട് വശത്തിൻ്റെ നെക്കിനേക്കാളും കുറച്ച് മതിയാകും. അതേപോലെ ആം ഹോളിൻ്റെ ഭാഗത്തും കുറച്ച് കയറി വേണം മാർക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അത് മാത്രമേ ഇവിടെ വ്യത്യാസമുള്ളൂ. അപ്പോൾ ബാക്ക് വശത്ത് 1.5 ഇഞ്ചാണ് ഇറക്കം വെക്കുന്നത്. അതേപോലെ ആം ഹോളിൻ്റെ ഭാഗത്ത് കുറച്ച് മാത്രം കയറി മാർക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി
അതും കട്ട് ചെയ്ത് മാറ്റാം. അതേപോലെ സൈഡ് ഓപ്പൺ വരുന്നെടുക്കുക, മാർക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒരു കട്ട് കൊടുക്കുന്നുണ്ട്. ഇനി സ്ലീവ് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ 12 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ ഇതുപോലെ മടക്കുക. അതിനുശേഷം ആ ഒരു സ്ലീവിൻ്റെ ഭാഗത്ത് 10 ഇഞ്ചാണ് വീതി വരേണ്ടത്. 10 9 ഇഞ്ച് മതിയാകും. അപ്പോൾ ആ ഒരു ലെവലിൽ എടുക്കുക. അതിനുശേഷം ആം ഹോളിൻ്റെ ആ ഒരു വീതിയിൽ ഇവിടെയും 4 3.5 ഇഞ്ച് വെച്ച് ആ ഒരു സ്ലോപ്പ് വരഞ്ഞ് ഷേപ്പ് ചെയ്യാം. ഇനി കട്ട് ചെയ്ത് മാറ്റാം. അതേപോലെ മറ്റൊരു വശവും അതിൻ്റെ മേലെ വെച്ച് കട്ട് ചെയ്യാം. ഇനി നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഫ്രണ്ട് ഭാഗത്ത് മെയിൻ പീസ് വെച്ച് പിന്ന് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി അതിൽ നിന്ന് ബാക്കി വരുന്ന പീസ് കട്ട് ചെയ്ത് മാറ്റാം. അതേപോലെ നെക്കിൻ്റെ ഭാഗത്തും ആം ഹോളിൻ്റെ ഭാഗത്തും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യാം.
ഇതേപോലെ ബാക്ക് വശത്തും പിന്ന് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്യാം. ഇനി സ്ലീവിൻ്റെ ഭാഗത്തും ഇതുപോലെ പിന്ന് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുശേഷം സ്റ്റിച്ച് ചെയ്ത് ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്യാം. ഇനി കോളർ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഹാഫ് കോളറാണ്, അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം രണ്ടായി മടക്കി വെക്കുക. അതിനുശേഷം 3 ഇഞ്ച് വീതിയിൽ മാർക്ക് ചെയ്യുക. ഇനി അവിടെ നിന്ന് ഒരു റാ ഷേപ്പിൽ വരഞ്ഞെടുക്കുക. അതിനുശേഷം അത് എത്രയാണോ എന്ന് അളന്ന് നോക്കുക. ആ ഒരു വശത്ത് കറക്റ്റായി നെക്കിൻ്റെ ഭാഗം കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ മുൻപിൽ വെച്ച് വേണം കോളറിന് ആവശ്യമായ വീതി മാർക്ക് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ഞാനിവിടെ 1 ഇഞ്ച് വീതിയിലാണ് കോളറിൻ്റെ വീതി മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം ആ ഒരു കോളറിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയും അതേപോലെ ജോയിൻ ചെയ്യാൻ വേണ്ടിയുമുള്ള 1/2 ഇഞ്ച് കൂട്ടി വെക്കുക. അപ്പോൾ ഞാനിവിടെ 1.5 ഇഞ്ച് വീതിയിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഭാഗത്തുനിന്ന് 1.5 ഇഞ്ച് വീതിയിൽ മാർക്ക് ചെയ്യുക. കോളറിൻ്റെ ആവശ്യമായ ലെങ്ത്ത് 19 ഇഞ്ചാണ്. അതുകൊണ്ടാണ് ഇവിടെ ഞാൻ 9.5 വെച്ച് ഒരു ഭാഗം എടുക്കുന്നത്. ഇനി അത് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വെച്ച് കാണിച്ചു തരാം എങ്ങനെയാണ് കോളർ ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു സ്റ്റിച്ചിങ് വീഡിയോ ഡീറ്റെയിൽ ആയി മറ്റൊരു ദിവസം കാണിച്ചു തരുന്നതാണ്. അപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കട്ടിംഗ് വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിനെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം.